ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും നടക്കുക, അത് ശരിയല്ല. നമ്മളെ ആദർശം സമസ്തയാണ്, നമ്മുടെ ഈമാനാണത്, ഈമാൻ്റെ ഭാഗമാണത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണ്ടേ? ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഉറക്കെ പറയാനുള്ള ശക്തിയും സഞ്ചേടവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ നമുക്ക് വിഷമം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് കെ.ടി. മാനൂസിലാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു എളിയ ശിക്ഷനാണ്. കെ.ടി. മാനൂസിലാർ ഈ തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ പറഞ്ഞ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ. മാനൂസിലിയർക്ക് ഒരു അഖിലൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന അദ്ദേഹത്തോട് കൂടുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പറഞ്ഞു. അങ്ങനെ ഉപ്പുള്ള ആൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് മുറിച്ചാണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ എനിക്ക് കൊടുത്തു, കയറ്റി ഉസ്താദിന് കൊടുത്തു. മഹാനവറുകൾ അത് വാങ്ങി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ചാളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത് അവർ തമ്മിൽ കണ്ടപ്പോൾ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ ചോദിച്ചു, മാനൂലിയരെ ഞങ്ങൾ മെമ്പർഷിപ്പൊക്കെ എടുത്തു, നിങ്ങളതിൻ്റെ പ്രവർത്തിക്കാറില്ലല്ലോ എന്നറിഞ്ഞു. പ്രവർത്തിക്കാറില്ല, അതാണ് നമ്മൾ മാതൃക. ഉസ്താദിനെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും വേണ്ട, ആ കുരുത്തക്കേട് വാങ്ങണ്ട, അത് വാങ്ങിച്ചു. പക്ഷേ മൂപ്പരതിന് പറഞ്ഞ മറുപടി എന്താണ്? ഉസ്താദിനോട് പറഞ്ഞ മറുപടി, ഞാൻ ഇതുവരെയും സമസ്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതുവരെയും പ്രവർത്തിച്ചത്. ഇനിയിപ്പം മുതൽക്ക് അഖില പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. ജനങ്ങളത് വിശ്വസിക്കൂല. എന്നാൽ പിന്നെ എൻ്റെ മട്ടം പോലെ ചെയ്തതാണ്. അതാണ് അതാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതാണ് അവരൊക്കെ. ഈ നൂർ ഷാ തരീക്കത്തിൻ്റെ ആ വിഷയത്തിൽ, അതുപോലെ തന്നെ വിഘടിതരുമായുള്ള വിഷയത്തിൽ മഹാനായ ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട നാട്യ ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ.ടി. മാനൂസിലാർ, അവർ രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സമത്തോടെ നിലനിന്നത്. ഇതിൻ്റെ ബാധ്യത ഇനി നമുക്കൊക്കെ തന്നെയുള്ളത്. ഓലും ഇനി വന്നാണ്ട് ഇതൊന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളെല്ലാ ശക്തിയും സമസ്തക്ക് നൽകുക. സമസ്ത നല്ല അവസരത്തിലൊപ്പമുണ്ടാകുക, ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ്